8:45 വണ്ടി മല കയറി വരുന്നതിൻ്റെ കിതപ്പും തളർച്ചയും ദൂരെ നിന്ന് ചെവിയോർത്ത് കേട്ടിട്ടാവണം ഉമ്മുമ്മ ഇടയ്ക്കിടയ്ക്ക് നടവഴിയിലേക്ക് കണ്ണ് നട്ട് നിന്നത്. നടവഴിക്ക് ചൂട് പിടിച്ചു നിൽക്കുന്ന ഇത്തരം വേനലവധികൾക്കാണ് 8:45 ബസ് ഉമ്മുമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാറുള്ളത്. നടവഴിയുടെ അറ്റത്ത് കണ്ട നിഴൽ രൂപങ്ങളിലേക്ക് കടലാവണക്കിൻ കൊമ്പുകൾക്കിടയിലൂടെ ഏന്തിച്ച് നോക്കി താൻ കണ്ടത് ശരിയാണോയെന്ന് ഉറപ്പിക്കാൻ ഉമ്മുമ്മ അടുത്തുള്ളവരോട് ചോദിക്കും, ആരാടി ആ വരണേന്ന്? നിങ്ങളെ 2ാമത്തെ മോളും കുട്ടികളുമാണ്, അല്ലെങ്കിൽ നിങ്ങളെ 4ാമത്തെ മോളും കുട്ടികളുമാണ്. ഇങ്ങനെയുള്ള ഒരു മറുപടിയിൽ ആ മുഖത്ത് വിരിഞ്ഞ ചിരി അവർ നടവഴി താണ്ടി അടുത്തെത്തും വരെ ആ മുഖത്തുണ്ടാവും. വേനലവധിക്ക് വിരുന്നെത്തുന്നവർക്കായി പറമ്പിലെ പ്ലാവ് മുഴുവൻ കായ്ച്ചു നിൽക്കും. മാവുകൾ കണ്ണിമാങ്ങയും നുറുക്കുമാങ്ങയും ചെനമാങ്ങയും മുമ്പേ കൊടുത്ത് പഴുത്ത മാങ്ങ കൊടുക്കാൻ റെഡിയായി നിൽക്കും. കമുങ്ങിൻ പട്ടകൾക്കിടയിലെ തണലിൽ ഉറങ്ങുന്ന കൈതച്ചക്കകൾ ഉള്ളിൽ ആവോളം മധുരം നിറക്കും. ചീനാമുളകും കറിവേപ്പിലയും പോത്തും തളിർത്തും നിൽക്കും. ഞങ്ങൾ കുട്ടികൾക്കായി അമ്പഴമരത്തിലെ താണക്കൊമ്പിൽ നിറയെ പുത്തൻ ഇലകൾ തളിരിടും. പേരയ്ക്കാമരത്തിൽ കുറച്ച് കായകൾ അണ്ണാറക്കണ്ണന്മാർ ബാക്കി വയ്ക്കും. എല്ലാം ഉണ്ടെങ്കിലും എനിക്കിഷ്ടം ചക്കക്കൂട്ടാനായിരുന്നു. 1ൽ കൂടുതൽ കുടുംബങ്ങൾ വിരുന്നെത്തുന്ന വേനലവധികളിലാണ് ഉമ്മ വീട്ടിൽ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാറുള്ളത്. എന്തെങ്കിലുമൊക്കെ കുടിച്ചും കൊറുത്തും വന്നവർ വന്നതിൻ്റെ ക്ഷീണം തീർക്കുന്ന സമയത്ത് ഉപ്പൂപ്പ നെറ്റിയിൽ കൈപ്പടം ചേർത്ത് വെച്ച് പ്ലാക്കൊമ്പിലേക്ക് വെറുതെ നോക്കി നിൽക്കും. കുട്ടികളൊക്കെ വന്നതല്ലേ, കൂട്ടാൻ വെക്കാൻ പറ്റിയ ചക്ക ഉണ്ടോയെന്ന് നോക്കി എന്നൊരു വാക്ക് കേൾക്കേണ്ട താമസം ഉപ്പൂപ്പ മുളങ്കമ്പും കൊടുവാളുമായി മരങ്ങൾക്കിടയിൽ മറയും. ഏറെ നാൾ കൂടി പരസ്പരം കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഇരുന്നും നിന്നും കഴിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടും പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ അവരുടെ എല്ലാം ഉള്ളിൽ തളം കെട്ടി നിൽക്കുകയാവും. അവരുടെ മനസ്സ് വായിച്ചതുപോലെ. അപ്പോൾ അടുക്കള മുറ്റത്ത് അമരപ്പന്തലിൻ്റെ തണുപ്പത്ത് പനയോലയും വാഴയിലയും വിരിച്ച് കളമൊരുക്കും. മഴുകൊണ്ട് നടുവിളർത്തിയ വരിക്കച്ചക്കയുടെ മുറിപ്പാടിൽ നിന്ന് വിളഞ്ഞി കണ്ണുനീരായി ഒഴുകിയിറങ്ങും. ഇറയത്ത് തിരികെ വെച്ച വിളഞ്ഞിക്കോൽ കൊണ്ട് വിളഞ്ഞി തുടച്ച് ഉമ്മുമ്മ ചടങ്ങിന് തുടക്കം കുറിക്കും. പാതി പറഞ്ഞു നിർത്തിയ വിശേഷങ്ങൾക്ക് മുറിവ് പറ്റാതെ കയ്യിൽ ഇരിക്കപ്പലകയുമായി അവർ ചക്കയ്ക്ക് ചുറ്റും വട്ടം കൂടും. കൊടുവാളിൻ്റെ തലപ്പ് കൊണ്ട് ചക്കയെ ചെറു കഷ്ണങ്ങളാക്കിയ ശേഷം ഉപ്പൂപ്പ കളം വിട്ട് മാറി നിൽക്കും. പറയുന്ന വിശേഷങ്ങളുടെ രീതി അനുസരിച്ച് ശബ്ദം കൂടിയും കുറഞ്ഞും ചിലപ്പോൾ വളരെ നേർത്തും ഇടയ്ക്ക് ചിരി പടർത്തിയുമൊക്കെ പ്രത്യേക ഈണത്തിലും താളത്തിലും അത് മുന്നോട്ട് പോകുന്നതിനിടയിൽ മടലും ചവണിയുമൊക്കെ വേർപെട്ട ചക്കച്ചുളകൾ പാത്രങ്ങളിൽ വന്ന് നിറയും. മുതിർന്നവർക്കിടയിൽ ഒഴിവ് നികത്താൻ തിരികെ വെച്ചതുപോലെ ഇരിക്കുന്ന ഞങ്ങൾ കുട്ടിക്കൂട്ടങ്ങളുടെ കൈ ഇടയ്ക്കിടയ്ക്ക് പാത്രത്തിലേക്കും അവിടുന്ന് വായിലേക്കും രഹസ്യമായി സഞ്ചരിക്കും. ചക്കക്കൂട്ടാനൊപ്പം ഒഴിച്ചു കഴിക്കാനുള്ള കറി ഒരുക്കുന്ന തിരക്കിലായിരിക്കും ഉമ്മുമ്മ. അപ്പോൾ അടുക്കളക്ക് മുകളിൽ തൂങ്ങിക്കിടക്കാറുള്ള മീൻ കുണ്ട അഴിച്ചെടുത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. അടുക്കളപ്പുറത്തെ തിണ്ണയിലിരുന്ന് മക്കളുടെ വിശേഷങ്ങൾ കേട്ട് ചിരിക്കേണ്ടിടത്ത് ചിരിച്ചും പറയേണ്ടിടത്ത് പറഞ്ഞും കേൾക്കാത്തത് അവരോട് ഒന്നുകൂടെ ആവർത്തിപ്പിച്ചും അവരോടൊപ്പം പങ്കുചേരുന്നതിനിടയിൽ മീൻകുണ്ടക്കിടയിൽ ഒളിച്ചിരുന്ന പലരും കറിക്കഷ്ണങ്ങളായി മാറിയിട്ടുണ്ടാവും. തൊഴുത്തിൽ കിട്ടിയ പൂവാലി തൊഴുത്തിൽ നിന്ന് അമറിയും ചെവിയാട്ടിയും കഴുത്തിലെ കുടമണി കിലുക്കിയും അക്ഷമ കാണിക്കും. ചക്കക്കൂട്ടാനിൽ അവളുടെ പങ്കിന് വേണ്ടിയുള്ള തിരക്കാണ് അവൾക്ക്. നിങ്ങളുടെ വർത്തമാനം ഇന്ന് തീരില്ലേ എന്നൊരു പരിഭവവും ആ അമറലിൽ ഒളിഞ്ഞിരുന്നു. കരോളി ചെത്തി വെടിപ്പാക്കിയ മടലുകൾ അവൾക്കരികിലെത്തുമ്പോഴുള്ള അവളുടെ തലയാട്ടലും കളിയും കണ്ടാൽ തോന്നും അവൾക്കും ഈ വേനലും ആൾക്കൂട്ടവും ചക്കക്കൂട്ടാനുമൊക്കെ ഒത്തിരി ഇഷ്ടമാണോ. ഉപ്പ് കുടഞ്ഞ് ചക്ക അടുപ്പിൽ കയറ്റി മീൻകറിയിലേക്കുള്ള തേങ്ങ അമ്മയിലിട്ടൊന്ന് അരച്ചെടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഇടവേളയാണ്. ഈ ഇടവേളകളിലാണ് തൊട്ടടുത്ത വീട്ടിലേക്കുള്ള പ്രയാണങ്ങൾ.
തള്ളപ്പൂച്ചയുടെ പ്രസവവും അസർമുല്ലച്ചെടിയുടെ വാടലും വേനൽ മഴ കുറഞ്ഞ കാരണം കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും മൂത്ത കുട്ടിക്ക് വന്ന ആലോചനയുമൊക്കെ അരമണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർക്കും. അപ്പോഴേക്കും വിളി വരും, വിശപ്പിൻ്റെ വിളി, വയറിൽ നിന്നും അടുക്കളയിൽ നിന്നും. പിന്നെ ഒരു കഴിപ്പാണ്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. വന്ന കാലിൻ്റെ ചൂട് മാറും മുമ്പേ പോവാണോ എന്ന പരിഭവം ഇടയ്ക്കിടയ്ക്ക് ഉമ്മൂമ്മ ചോദിക്കുമെങ്കിലും ഇന്ന് തന്നെ മടങ്ങുമെന്നറിഞ്ഞാൽ പിന്നെ കെട്ടിപ്പൊതിയലുകളാണ്. ചേനക്കൊണ്ടാട്ടം കുട്ടികൾക്ക് കൊടുക്കാൻ, അമ്പഴങ്ങ അച്ചാർ, മുറ്റത്തെ പന്തലിൽ നിന്ന് പറിച്ച അമരക്ക, വേലിത്തറയിലുണ്ടായ മുരിങ്ങ, മേലെ കണ്ടത്തിലെ ചേന, പിന്നെ മണമുള്ള കറിവേപ്പിലയും ചീനമുളകും എല്ലാം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. പൊതിക്കെട്ടുകൾക്കുള്ളിൽ ഉമ്മൂമ്മ പറയാതെ വെച്ച ചിലതുണ്ടായിരുന്നു. ഉമ്മൂമ്മയുടെ കരുതലും സ്നേഹവും വാത്സല്യവുമായിരുന്നു അത്.